നമസ്കാരം. ഞാൻ ആദ്യമാണ് എൻ്റെ ഒരു പടത്തിൻ്റെ പൂജയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഞാനിപ്പം മണിസാറിൻ്റെ പടം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള പടം ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടെ വന്നതിനും ഞങ്ങളെ അനുഗ്രഹിച്ചതിനും താങ്ക് യു ആൻഡ് ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, പഴയതും പുതിയതുമായിട്ടുള്ള ചലച്ചിത്രധാരകളുടെ വളരെ സന്തോഷകരമായിട്ടുള്ള സമന്വയമാണ് ഇവിടെ കാണുന്നത്. 61ാമത്തെ ചിത്രത്തിലും യുവത്വവുമായി മുമ്പോട്ട് പോകുന്ന ശ്രീ മണിസാറിന് എൻ്റെ എല്ലാ ഭാവങ്ങളും. ഈ ചിത്രം ഒരു വലിയ വിജയമായിരിക്കട്ടെ. ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. നമസ്കാരം. മലയാള സിനിമയിൽ നിലനിൽക്കുന്ന പ്രൊഡ്യൂസർമാർ നിരന്തരമായിട്ട് എന്ന് വെച്ചാൽ കാലങ്ങളായിട്ട് സിനിമ എടുത്തു വരുന്നത് എണ്ണത്തിൽ നോക്കിയപ്പോൾ ഒരു 10-ൽ താഴെ ഉണ്ടാവുകയുള്ളൂ. കൈവിരലിൽ എണ്ണാവുന്ന പ്രൊഡ്യൂസർമാർ മാത്രമേ ഉള്ളൂ. കാരണം സിനിമയുടെ അവസ്ഥ അതാണ്. അതെല്ലാം തരണം ചെയ്ത് ഇദ്ദേഹത്തിന് നിൽക്കാൻ സാധിച്ചുവെങ്കിൽ അത് മണിസാറിനെ സംബന്ധിച്ചിടത്തോളം, മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ഇങ്ങനൊരു വേദിയിൽ ഞാൻ ആദ്യമായിട്ടാണ്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാനെന്ന് അറിഞ്ഞുകൂടാ. വേദിയിലിരിക്കുന്ന എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എനിക്ക് സിനിമയ്ക്ക് ഉണ്ടാവണം. പ്രമേയം എന്ന് പറയുമ്പോൾ ഇതൊരു ലവ് സബ്ജക്റ്റാണ്. ക്രൈം ഉൾപ്പെടും ലവ് സബ്ജക്റ്റുമാണ്. ഹാസ്യമുണ്ട്, കുടുംബമുണ്ട്. അത്